പെരിയാർ വാലി കനാൽ റോഡിന് ഇരുവശത്തുമായി ഇരിങ്ങോൾക്കാവിൽ 25ഓളം വീടുകളാണ് പുറമ്പോക്കിലുള്ളത്. മരിച്ച ജിഷയുടെ വീട്ടിൽ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ ഇടിഞ്ഞു വീഴാറായതും മേൽക്കൂര ചോരുന്നതുമായ വീടുകൾ. അടുക്കളയിൽ നിന്നിറങ്ങുമ്പോൾ കാലെന്ന് തെറ്റിയാൽ താഴെ കനാലിലേക്കാവും വീഴുക. ഒറ്റമുറി വീടുകളിൽ 4-5 പേരടങ്ങുന്ന കുടുംബങ്ങൾ. ചിലർ നിത്യരോഗികൾ. തുണിക്കടകളിലും പ്ലൈവുഡ് ഫാക്ടറികളിലുമൊക്കെയായി പണിയെടുക്കുന്ന അമ്മമാർക്ക് രാവിലെ പെൺമക്കളെ തനിച്ചാക്കി വീട് വിട്ടിറങ്ങാൻ കഴിയാത്ത മാനസികാവസ്ഥയാണിപ്പോൾ. ഞങ്ങൾക്ക് ഭയം, കാരണം ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടില്ല. ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ മക്കൾക്ക് ഇത് വരാൻ വളയൊന്നുമില്ലല്ലോ. ഇവിടെയൊക്കെ ഒത്തിരി പിള്ളേരെ കിട്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരുത്തർ പണിക്ക് പോകും. അപ്പോൾ വരുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ എന്താ പറയണേ. പുറമ്പോക്കിൽ നിന്ന് സ്വന്തമായൊരു വീടെന്ന സ്വപ്നമാണ് എല്ലാവർക്കുമുള്ളത്. അടച്ചുറപ്പുള്ള ഒരു വീട്. അല്ലെങ്കിൽ ഈ നിലമ്പത്താറായ വീടുകളിൽ എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും? ജിഷയെ അരുങ്കൊല ചെയ്തവരെ പോലുള്ളവർ രാവും പകലും ദുസ്വപ്നമായി മനസ്സിനെ അലട്ടുമ്പോൾ എങ്ങനെ ഈ അമ്മമാർക്ക് വീട് വിട്ടിറങ്ങാനാവും? ഇവരുടെ ആശങ്കകൾ അകറ്റുന്നതാവട്ടെ പുതിയ സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങളിലൊന്ന്. രാജേശ്വരി അമ്മയെപ്പോലെ പെൺമക്കളെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇരിങ്ങോൾക്കാവിൽ. അവരുടെ ഉള്ളിൽ ഭയത്തിൻ്റെ വലിയ നെരിപ്പോടുണ്ട്. ജോലിക്ക് ശേഷം തിരികെ വീട്ടിലെത്തുമ്പോൾ തങ്ങളുടെ പെൺമക്കൾ സുരക്ഷിതരായിരിക്കുമോ എന്ന വലിയ ഉൾഭയം. ഇരിങ്ങോൾക്കാവിൽ നിന്നും ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.